ഏകീകൃത കുർബാനയെ ചൊല്ലിയുള്ള തർക്കത്തിൽ ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ ഇന്ന് മധ്യസ്ഥ ചർച്ച നടക്കാൻ പോവുകയാണ്. വൈകിട്ട് 7 മണിക്ക് കളക്ടറുടെ ചേംബറിലാണ് ചർച്ച നടക്കാൻ പോകുന്നത്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയും അതിരൂപത ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിലും എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വൈദികരുടെ പ്രതിഷേധം തുടർന്നിരുന്നു. പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, ഇന്നൊരു ഞായറാഴ്ചയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ തുടർ പ്രതിഷേധങ്ങൾ ഇന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇന്നത്തെ സാഹചര്യം ആദ്യം പറയൂ. ഇന്ന് എങ്ങനെയാണ് പള്ളിക്ക് പുറത്തേക്ക് സാഹചര്യം? ശാന്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അല്ലെങ്കിൽ അതിരൂപത ആസ്ഥാനത്തിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം പ്രശ്ന പരിഹാരത്തിനായി ജില്ലാ കളക്ടറുടെ മധ്യസ്ഥതയിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് കളക്ടറുടെ ചേംബറിൽ യോഗം ചെയ്യും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിൻ്റെ പ്രതിനിധിയായി ഇന്നലെ നിയമിതനായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഉൾപ്പെടെ ചർച്ചകളിൽ പങ്കെടുക്കും. ഒപ്പം പ്രതിഷേധ പരിപാടികളുമായി രംഗത്തുള്ള വൈദികരുടെ പ്രതിനിധികളും വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധികളും ഉൾപ്പെടെ ഇന്ന് നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കും. അതേസമയം അല്പസമയം മുൻപ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും കൂടാതെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയും ഉൾപ്പെടെ ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പ്രതിഷേധവുമായി ഇന്നലെ മുന്നിൽ നിന്ന വൈദികരുമായി അവർ കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് നടക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായുള്ള ഒരു മഞ്ഞൊരുക്കം എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, ഇന്നലെ മാർ ജോസഫ് പാംപ്ലാനിയെ മെത്രാപ്പൊലീത്തൻ വികാരിയായി സിനഡ് നിയോഗിച്ചതിനെ പ്രതിഷേധവുമായി നിൽക്കുന്ന വൈദികർ ഉൾപ്പെടെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന ചർച്ചകളിൽ പ്രശ്നത്തിന് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇന്നലെ നടന്ന സമരങ്ങളുടെയും ബഹളങ്ങളുടെയും മറ്റും പേരിൽ പോലീസിന്റെ ആക്രമിക്കാൻ ശ്രമിച്ചു, പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി 21 വൈദികർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നുമാണ് അല്പസമയം മുൻപ് ACP മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതും. ഇന്ന് വൈകിട്ട് 7 മണിക്ക് എറണാകുളം ജില്ലാ കളക്ടറുടെ ചേംബറിലാണ് ചർച്ചകൾ നടക്കുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പും മാർ ജോസഫ് പാംപ്ലാനിയും ഉൾപ്പെടെയുള്ളവർ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തെത്തി ഒരു മഞ്ഞുരുക്ക ചർച്ചകൾക്ക് നേതൃത്വം നൽകുക കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായും അങ്ങനെ ഇന്നത്തെ ചർച്ച ഉറ്റുനോക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മഞ്ഞുരുകുന്നെങ്കിൽ മഞ്ഞുരുകട്ടെ.